അസ്സലാമു അലൈക്കും. ഫുഡ് ഓൺ ക്യാമ്പിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ചക്കര ചോറാണ്. അതിനു വേണ്ടി ഇവിടെ 1.5 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. നെയ്ച്ചോറോ ബിരിയാണിയോ വെക്കുന്ന ഏത് റൈസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ പച്ചരിയോ പുഴുങ്ങലരിയോ എടുക്കാം. നെയ്ച്ചോറിൻ്റെ അരിയാവുമ്പോൾ നമുക്ക് ഇതിന് നല്ലൊരു മണവും അതുപോലെ തന്നെ ഒന്നുകൂടെ ടേസ്റ്റും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. സാധാരണ ചക്കര ചോറ് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം നെയ്യ് ചേർത്ത് കൊടുക്കും. ഇവിടെ അല്പം മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നെയ്യിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായി കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. മീഡിയം സൈസിലുള്ളൊരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലിയുള്ളി ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 3 കപ്പ് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. 1.5 കപ്പ് അരിയിലോട്ട് 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ നെയ്ച്ചോറ് വെക്കുന്നത് പോലെ തന്നെ. ഇനി നമുക്ക് ഇതിലോട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന അത്ര ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതില്ല. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ആവാനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലോട്ടൊരു 3-4 ഏലക്കായ നമുക്കൊന്ന് പൊളിച്ച് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നല്ലപോലെ വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള അരി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ നെയ്ച്ചോറൊക്കെ വേവിക്കുന്നത് പോലെ തന്നെ അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കണം. ഇത് ഇവിടെ നിന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. ഇവിടെ 1.5 പീസ് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒന്നും ഇതിൻ്റെ ഹാഫും. ശരിക്കും ഇതിലോട്ട് നല്ല പോലെ ശർക്കര ചേർത്ത് കൊടുക്കും. 1.5 ഗ്ലാസ് അരിയിലേക്ക് 2.5-3 ശർക്കരയെങ്കിലും ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇത് ശർക്കരപ്പാനിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് മധുരം മതി എന്ന രീതിയിലാണ് 1.5 ശർക്കര എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതൊരു നോർമൽ മധുരമാണ്. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റൈസും കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് റൈസ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം ശർക്കര ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ റൈസ് നമുക്ക് വെന്ത് കിട്ടില്ല. ഇനി നമുക്ക് ഈ കുക്കായി വന്നിട്ടുള്ള ചോറിലോട്ട് ശർക്കരപ്പാനി കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇനി ഈ ചോറിലെ ശർക്കരപ്പാനി ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കര ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈറ്റ് ശർക്കര യൂസ് ചെയ്തത് കൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ചെറിയൊരു കളറേ ഇതിന് കിട്ടിയിട്ടുള്ളൂ.
ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ചൂട് കട്ടൻ ചായയാണ്. അപ്പോൾ ഈവനിങ്ങിൽ ഇടയ്ക്കൊക്കെ നമുക്കിത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.